എന്തായാലും നമ്മുടെ അശ്രാന്തമായ പ്രയത്നം ഫലം കാണുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മാളത്തിനകത്ത് ഒരു അതിഥിയുടെ ശരീരം കൂടി കാണുന്നുണ്ട്. ആ ശരീരം കണ്ടിട്ട് അമ്മയല്ല അച്ഛനാണെന്നുണ്ടെങ്കിൽ ആണാവാൻ സാധ്യത. മൂന്നാമത്തെ അദ്ദേഹം കയറ്റി കിട്ടി. പക്ഷേ മൂന്നാമത്തെ ആളല്ല, ഈ കയ്യിലിരിക്കുന്ന ആളല്ല, ഇദ്ദേഹത്തിൻ്റെ തലയല്ല അവിടെ കാണുന്നത്, വേറെ ഒരു കുഞ്ഞു തല. ഇദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടിട്ട് എന്തായാലും കുഞ്ഞാവാൻ സാധ്യതയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നത് 4 5 അതിഥികളെ എനിക്ക് തോന്നുന്നു പാമ്പുകളുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ അതിഥിയെ നമുക്ക് പിടിവിടാൻ കഴിഞ്ഞു. ഇദ്ദേഹം മെയിലാണ്, ആണാണ്, സർപ്പരാജൻ എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തിനെ നമുക്ക് വിളിക്കാം. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ കടിക്കാനുള്ള ടെൻഡൻസി മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. ഞാൻ പറഞ്ഞു മാറ്റിംഗ് ടൈമിന് പാമ്പുകൾ എപ്പോഴും അഗ്രസീവായിരിക്കുമെന്നും. അപ്പോൾ ഇദ്ദേഹവും ഇപ്പം നമ്മൾ പിടികൂടിയ 3 അതിഥികളും നമ്മളെ കടിക്കാനുള്ള ഒരു പ്രവണത തന്നെയായിരുന്നു. എന്തായാലും ഇദ്ദേഹം മാത്രമാണ് മെയിൽ അഥവാ ആണ്. ബാക്കിയുള്ള 2 പേരെ പിടികൂടി 2 പേരും ഫീമെയിലാണ്. അത് മാത്രമല്ല വേറൊരു പ്രത്യേകതയുള്ളത് ഇനി ഒരു അതിഥിയെ കൂടി നമ്മൾ ഈ മാളത്തിനകത്ത് കണ്ടു. ചെറിയ തലയും കൂടി കണ്ടു. അദ്ദേഹത്തിനെ കൂടി നമുക്ക് ഇദ്ദേഹത്തിനെ ചാക്കിലാക്കിയിട്ട് അദ്ദേഹത്തിനെ കൂടി നമുക്ക് നോക്കാം. എന്തായാലും ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമായിരിക്കും ഇന്നത്തെ നമ്മുടെ ഈ പ്രേക്ഷകർ കാണാൻ പോകുന്ന എപ്പിസോഡ്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് 4 5 മുറുകൻ പാമ്പുകളെയൊക്കെ ഒരു സ്ഥലത്ത് ഒരു മാളത്തിൽ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാനുള്ള അവസരം ഇതുവരെ ഒത്തു വന്നിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ അടിയിലിരിക്കുന്ന അതിഥി, ഈ മാളത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ഈ ഹോളിൻ്റെ എൻഡിലിരിക്കുന്ന അതിഥി ആരാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ അടുത്ത അതിഥി ഫീമെയിൽ മുറുക്കൻ പാമ്പ് തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യേകതയുള്ളത്, ഇദ്ദേഹം മാറ്റായിട്ടില്ല. ഇത് ഫീമെയിൽ, ഫ്രഷ് ആയിട്ടുള്ള ഫീമെയിൽ, ഒരിക്കലും ഇണചേർന്ന ഒരു പെൺപാമ്പല്ല ഇത്. നമ്മൾ ആദ്യം പിടികൂടിയ 2 പെൺപാമ്പുകളും ഇണചേർന്ന പെൺപാമ്പുകളാണ്. മുട്ട അവരുടെ വയറ്റിൽ തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഇത് ഇണയായിട്ടില്ല, മാറ്റിങ് കഴിഞ്ഞിട്ടില്ല. എന്തായാലും 6 വയസ്സോളം മാത്രം പ്രായമുള്ള ഒരു പെൺ അതിഥിയാണ് ഇദ്ദേഹം. സർപ്പം അഥവാ നാഗം അഥവാ നല്ലാത്തൻ പാമ്പ് അഥവാ സ്പെക്ടിക്കിൾഡ് കോബ്ര അഥവാ നാജ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന അതിഥി. നമുക്ക് എന്തായാലും നമ്മുടെ ഈ അതിഥിയെ കൂടി ചാക്കിലാക്കിയതിന് ശേഷം നമുക്ക് ഇത്തിരി കൂടി അല്പക്കൂടി നല്ല സ്ഥലത്ത്, അല്ലെങ്കിൽ ഇത്തിരി നിരന്ന സ്ഥലത്ത്, ഈ വീടിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഈ വീടിൻ്റെ പിന്നിലോ ഉള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ 4 അതിഥികളെയും കൂടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കാം. നമ്മുടെ പ്രേക്ഷകർ കാണുക. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്ന ഒരാൾ പോലും സാഹസത്തിന് മുതിരരുത്. കാരണം ഇതൊരിക്കലും അനുകരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. കാരണം ഇന്ന് ഇതൊക്കെ നിങ്ങളൊരു സിനിമ നടനെയോ അല്ലെങ്കിൽ സിനി ആർട്ടിസ്റ്റുകളെയൊക്കെ അനുകരിക്കും, അല്ലെങ്കിൽ കോമഡി ആർട്ടിസ്റ്റുകളെയൊക്കെ അനുകരിക്കും പോലെയല്ല ഇത്രയുമൊക്കെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അതിഥികളെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ പാമ്പുകളെ സിനിമയിലോ സീരിയലിലോ ഒക്കെ കാണിക്കുന്നത് ഇവയുടെ ഫാങ്സ് അഥവാ പല്ല് നീക്കം ചെയ്തതിന് ശേഷം ഗ്ലാൻഡ് അഥവാ ദഹന ഗ്രന്ഥി എടുത്തു മാറ്റിയതിന് ശേഷമാണ് നിങ്ങൾ പാമ്പുകളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നത്. ഇതങ്ങനെയല്ല. ലൈവ് നമ്മൾ പിടികൂടുന്ന പാമ്പുകളെ
അതേ സ്ഥലത്ത് വെച്ച് അവർക്കൊരു പോറൽ പോലും ഉണ്ടാവാതെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റ് ദൃശ്യമാധ്യമങ്ങളിൽ കാണും പോലെ ഇത് അനുകരിക്കരുത്. അത് അപകടമാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ദൗത്യം, ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഈ 12 വയസ്സ് പ്രായമുള്ള ആൺ മൂർഖൻ പാമ്പിനോടൊപ്പം, മെയിൽ കോബരയോടൊപ്പം, സർപ്പരാജനോടൊപ്പം നമുക്ക് പിടികൂടാൻ കഴിഞ്ഞ 3 ഫീമെയിൽ പെൺനാഗങ്ങളെയാണ്. അതിൽ 2 പേര് മാറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഒരാൾ മാറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. അതിൽ ഒരാളിന് ഏകദേശം 7 വയസ്സ് പ്രായവും മറ്റ് 2 പേർക്കും ഏകദേശം 6 വയസ്സ് പ്രായമുണ്ട്. ഇവർ തമ്മിൽ ഒരു മാളത്തിൽ ഇരുന്നത് കൊണ്ടായിരിക്കാം കടി കൊടുത്തത്. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ ഇവർ എപ്പോഴും ശത്രുക്കളാണ്. കാരണം ഇവർക്ക് കൃത്യമായിട്ടൊരു കാഴ്ചയില്ല, കൃത്യമായിട്ടൊരു കേൾവിയില്ല, കൃത്യമായിട്ടൊരു ഓർമ്മയില്ല, കൃത്യമായിട്ടൊരു മൂക്ക് കൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇവർക്ക് പരസ്പരം ഒന്നിനെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇവർ തമ്മിൽ അറ്റാക്ക് ചെയ്ത് മരണപ്പെടുന്ന അവസ്ഥ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ അതിഥികളെ നമുക്ക് ചാക്കിലാക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് ഇവരെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് നമ്മൾ എന്തായാലും വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ ഇവരെ ചാക്കിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതുവരെ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല, ഇനിയും അപകടം ഉണ്ടാവാതിരിക്കട്ടെ. നമ്മൾ ഈ അതിഥിയെ ചാക്കിലാക്കും. എന്തായാലും അടുത്ത ഭാഗത്ത് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ നന്ദി, നമസ്കാരം. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9387979441.